വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഹലുവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് ഹലുവാന്നോ അല്ലെങ്കിൽ കിണ്ണത്തപ്പം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സ്പെഷ്യൽ മധുരമാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം അല്പം അരിപ്പൊടിയൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മധുര പലഹാരമാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇന്ന് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അരി ഊറ്റി ചോറൊക്കെ ആയിക്കഴിഞ്ഞ് ഊറ്റിയിട്ടുള്ള കഞ്ഞിവെള്ളമാണിത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ ഊറ്റുമ്പോൾ ചിലപ്പം ഇതിനകത്തോട്ട് ചോറൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തുള്ള ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഒരു ചോറൊന്നും കിടക്കാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളം ഇവിടെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് അനക്കാതെ ഒന്ന് മാറ്റി വെക്കണം. എങ്കിലാണ് ഇതിൻ്റെ മട്ടെല്ലാം താഴെ അടിഞ്ഞു കിടക്കുകയും അതിൻ്റെ തെളിവെള്ളം മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മട്ടാണ് നമുക്ക് ആവശ്യം. തെളിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് നമ്മൾ കളയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം ചെടികൾക്കൊക്കെ നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളമൊക്കെ. ഒത്തിരി നല്ലതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. വെള്ളം മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് ഇരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടരിയുടെ കുത്തിരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൽത്തതാ നിങ്ങൾക്ക് ആ ഒരു താഴോട്ട് കണ്ടോ, ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കാണാം. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും അതിൻ്റെ മട്ടെന്ന് പറയുന്നത്. അപ്പോൾ മുകളിലത്തെ തെളിവെള്ളം ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മുകളിലത്തെ തെളിവെള്ളം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മട്ടിൻ്റെ ഈ ഒരു കഞ്ഞിവെള്ളം എത്ര ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് അളന്നെടുക്കണം. എങ്കിലാണ് നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടിയുടെ കളവൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊന്ന് അളന്നൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ml മെഷർമെൻറ്റ് കപ്പ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പിൻ്റെ 200 ml. അപ്പോൾ അതിലൊന്ന് അളന്നെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അളന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം 4 കപ്പാണ് എനിക്ക് കഞ്ഞിവെള്ളം കിട്ടിയിട്ടുള്ളത്. അതായത് മട്ടോട് കൂടിയിട്ടുള്ള കഞ്ഞിവെള്ളം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റി ഒഴിക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണിത്. അപ്പോൾ അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരിപ്പൊടി പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന കഞ്ഞിവെള്ളം തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒന്ന് എടുത്ത് അതൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിപ്പൊടി നമുക്കൊന്ന് അലിഞ്ഞു കിട്ടും കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്ക് കുറേ നേരം ഇളക്കേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ചൂടെങ്കിലും കഞ്ഞിവെള്ളത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് ഈ അരിപ്പൊടിയൊക്കെ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് മിക്സായി ഈ ഒരു കണക്കിന് നല്ല വെള്ള കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ച് മാറ്റണം. നമ്മൾ ഇതുവരെ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഇപ്പോൾ ഒരു പാത്രം ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് അത് അരിച്ചൊഴിക്കുന്നതാണ് നല്ലത്. ഞാൻ പക്ഷേ നേരിട്ട് ഒഴിച്ചു എന്ന് മാത്രം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഇളക്കിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. ഇനി ഇതുവരെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെയും അരിപ്പൊടിയുടെയും മിക്സ് ചേർത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് സമയം എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു അരിപ്പൊടിയും കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു 3-4 നുള്ള് അത്രയും മതിയാവും. ഒത്തിരി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കുത്ത് വരും കേട്ടോ. അപ്പം ഞാൻ 4 നുള്ളോളം ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഏലക്കയുടെ കുരു ഒന്ന് ചെറുതായി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി പൊടിയായിട്ടാണ് ചേർക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. കാലോ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിലുള്ള പൊടി. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനി പതുക്കെ ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങും. അപ്പം നമുക്ക് നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങുന്നൊരു സമയത്തിലാണ് ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടൊക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറുകി ഇച്ചിരി കട്ടിയായി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, ഇച്ചിരി കുറുകി, ഇച്ചിരിയല്ല നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പിൽ തന്നെ ഞാൻ എല്ലാം ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനിയും പഞ്ചസാര വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി കുറവ് തോന്നി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ തട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 നുള്ളു ഉപ്പാണ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഇളക്കി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു സ്റ്റേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് അല്പം കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യിൽ വറുത്തിട്ടുള്ള കശുവണ്ടി ഞാൻ മുൻപേ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് തന്നെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് തിക്കാവട്ടെ, അതിനുശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ തിക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഹൽവ ഉണ്ടാക്കുമ്പം മാക്സിമം നെയ്യ് കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഈ ഒരു ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒത്തിരി നെയ്യായി കഴിഞ്ഞാലും കൊള്ളത്തില്ല എന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ അതാ നെയ്യൊക്കെ ചേർത്ത് ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇടയ്ക്ക് ലോ ഫ്ലെയിമിലും ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് അല്പം കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്രയും നെയ്യ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ അത് മിക്സ് ചെയ്ത് ഈ നെയ്യൊക്കെ ഈ ഒരു ഹൽവയിൽ നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. ഇതാ ഇപ്പോൾ ഇവിടെ പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ ഒഴുകി നടക്കുന്ന ഒരു പരുവമുണ്ട്. അതാണ് ഹൽവയുടെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതാ ഇപ്പോൾ ഇവിടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു കയ്യിൽ, നമ്മുടെ സ്പാച്ചുലയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കണില്ല. ഇതാ പാത്രത്തിൽ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന ഒരു പരുവം. ഇതാണ് ഹലുവയുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാനും പോകുന്ന പാത്രം എടുക്കുക. അപ്പോൾ അത് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. എടുക്കുന്ന പാത്രത്തിൽ നെയ്യ് ഒന്ന് അല്പം പുരട്ടി വെക്കണം എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ബാക്കി ഉണ്ടായിരുന്നിട്ടുള്ള നെയ്യാണ്. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ തന്നെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് എടുത്ത് നമ്മുടെ ഈ പാത്രത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ അല്പം പിസ്ത ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. അങ്ങനെ നട്ട്സ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടും പിന്നെ നട്ട്സ് കഴിക്കാനും രുചിയാണല്ലോ ഇടയ്ക്ക് കഴിക്കാനൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ നട്ട്സ് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ അല്പം എള്ള്, ഇത് വെളുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ചെറുതായി കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹൽവ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് സ്പാച്ചുല ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു സ്പൂൺ എടുക്കുക. അതിൻ്റെ സ്പൂണിൻ്റെ പുറകിൽ അല്പം നെയ്യൊന്ന് ചേർത്ത് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. മാത്രമല്ല സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കത്തുമില്ല കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല, കാരണം ഞാൻ എടുത്തിരിക്കുന്ന സ്പാച്ചുലയാണ്. അതിന് ഇത്തിരി ഒരു മെഴുക്കുമയം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊന്ന് കറക്റ്റ് ഒരു ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ലെവലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അല്പം കൂടെ ഞാൻ കുറച്ച് പിസ്ത മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ അല്പം വെളുത്ത എള്ളും കൂടെ ഞാൻ മേലെ തൂവി കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതൊരു അരമണിക്കൂർ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അവിടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാത്രത്തിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ കാണാം വിട്ട് വന്നിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതാ അങ്ങനെ നമ്മുടെ സൂപ്പർ ഹൽവ ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൽവ പോലെയും ചിലപ്പോൾ ചില സമയത്ത് കിണ്ണത്തപ്പൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ നമുക്ക് ടേസ്റ്റ് തോന്നും. എല്ലാത്തിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം എപ്പോഴും കളയുന്ന ഒന്നാണ്. എന്നാൽ കഞ്ഞിവെള്ളവും അതുപോലെ അരിപ്പൊടിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്നതുമാണ്. ഇത് രണ്ടും വെച്ച് അല്പം പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു മധുരം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം ശർക്കരയാണെങ്കിലും ഉരുക്കി ഒഴിച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടോ നല്ല ഹൽവ ഒക്കെ നമ്മൾ മുറിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ, അതേപോലൊക്കെ തന്നെയാണ്. നല്ല സോഫ്റ്റായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, ഒത്തിരി നെയ്യൊന്നും നമ്മളിതിനകത്ത് ചേർക്കാത്തത് കൊണ്ട് നന്നായിട്ട് തന്നെ ആവശ്യത്തിലധികം നമുക്ക് കഴിക്കാനും പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്, ഒരു മധുരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.